മദ്യപിച്ചെത്തി അതിക്രമം നടത്തിയ 2 യുവാക്കളെ നൂറനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവരുടെ ആക്രമണത്തിൽ പരിക്കേറ്റയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം മാവേലിക്കര താമരക്കുളത്തായിരുന്നു സംഭവം. താമരക്കുളത്ത് മുമ്പ് താമസിച്ചിരുന്ന വിശാഖ്, സുഹൃത്ത് താമരക്കുളം സ്വദേശി ശരത്തുണ്ണി എന്നിവരെയാണ് നൂറനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മദ്യപിച്ചെത്തിയ ഇവർ നെടിയാണിക്കൽ ക്ഷേത്രത്തിന് സമീപമാണ് ആക്രമണം നടത്തിയത്. ഇവിടെ പ്രവർത്തിക്കുന്ന താമരക്കുളം സ്വദേശി രാജീവിന്റെ ഉടമസ്ഥതയിലുള്ള ചൈതന്യ സ്റ്റോഴ്സിലെ അലമാരയുടെ ചില്ല് പൊട്ടിക്കുകയും ഫർണിച്ചറുകൾ, സ്റ്റൗ എന്നിവയ്ക്ക് നാശമുണ്ടാക്കുകയും ചെയ്തു. ഈ സമയം ഇതുവഴി വന്ന മിനി ടിപ്പർ ലോറിയുടെ മുൻവശത്തെ ചില്ലും പൊട്ടിച്ചു. ബൈക്കിലെത്തിയ താമരക്കുളം കിഴക്കേമരി സ്വദേശി ശരത്തിനെ തടഞ്ഞ് മർദ്ദിക്കുകയും കത്രിക പോലെയുള്ള എന്തോ വെച്ച് ആക്രമിക്കുകയും ചെയ്തു. തലയ്ക്കും ഇടതുകൈക്കും പരിക്കേറ്റ ശരത്തിനെ അടൂർ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും പ്രകോപനത്തിന് ശ്രമിച്ച ഇവരെ നൂറനാട് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ഇവർ കടയിൽ ആക്രമണം നടത്തിയതെന്ന് കടയുടമ രാജീവ് പറഞ്ഞു. മണിക്കൂറുകൾക്ക് മുമ്പേ ഇവർ അമ്പല ഗ്രൗണ്ടിൽ ഇങ്ങനെ ബഹളവും അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ്. ഉടുപ്പൊന്നും ഇടാതെ നേരെ കടലോട്ട് കയറി വരിക, ആൾക്കാരെ പിടിച്ച് മാറ്റുക, എന്നെ പിടിച്ച് തള്ളുക, അലമാരയുടെ ഗ്ലാസ് പൊട്ടിക്കുക, അകത്ത് കയറി ടേബിളെല്ലാം തട്ടി മറിക്കുക, ചായത്തട്ടയിൽ പോയി പിന്നെ പാലുപാത്രം എടുത്ത് മറിക്കുക, സ്റ്റൗ എടുത്ത് മറിക്കുക, ബജി വണ്ടി മറിക്കാൻ പോയി ഞാൻ പിടിച്ച് മാറ്റാൻ ചെന്നു. ബംഗാളി എടുത്ത് താഴെ തള്ളി ഇട്ടു. അവനെ അടിക്കാൻ ചെന്നു. ഞാൻ ലാസി തടഞ്ഞു. എന്നെ പിടിച്ച് തള്ളി മാറ്റി. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് നൂറനാട് CI S. ശ്രീകുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.